സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിരവിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നൊരു കാര്യം നിങ്ങളെ കാണിക്കാനും പറയാനും വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ചർച്ച ചെയ്തൊരു കാര്യമുണ്ടായിരുന്നു. നമ്മുടെ എല്ലാവരുടെയും കറുത്ത മുത്തായിട്ടുള്ള വേടൻ. അതിൻ്റെ നിറം കൊണ്ട് മാത്രമേ കറുപ്പുള്ളൂ, അവൻ്റെ മനസ്സ് വെളുപ്പാണ് കേട്ടോ. അപ്പം അങ്ങനെ കറുത്ത മുത്ത് ഞാൻ പറയുന്നതുകൊണ്ട് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ഞാൻ ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. അങ്ങനെ എല്ലാവരും വിളിക്കുന്നതുകൊണ്ട് ഞാൻ വിളിച്ചു എന്നേ ഉള്ളൂ. നമ്മുടെ ഒന്നും മനസ്സിൽ വേടൻ കറുത്തതോ അല്ലെങ്കിൽ വെളുത്തതോ അങ്ങനെയുള്ള വിചാരമൊന്നുമില്ല. വേടൻ നല്ലൊരു മനുഷ്യനാണ്, ഒരു മനുഷ്യ സ്നേഹിയാണ്. അപ്പം അങ്ങനെ ഒരു മനുഷ്യൻ്റെ ഒരു വീഡിയോ ഞാൻ കാണാനിടയുണ്ടായി. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം കാസർഗോഡ് വേടന്റെ പരിപാടി ഉണ്ടാവുകയും അവിടെ വലിയ തിക്കിലും തിരക്കിലും ഒക്കെ പെട്ടിട്ട് വലിയ അപകടങ്ങൾ ഉണ്ടാവുകയും ആ വേടൻ വന്നതിന് മൂലം ഒരാൾ ട്രെയിൻ തട്ടി മരിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടും ഒക്കെ വീഡിയോകൾ പോസ്റ്റ് ചെയ്തൊക്കെ നമ്മൾ കണ്ടതാണ്. അത് കണ്ടിട്ട് വേടനെ ആരാധിക്കുന്ന, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള എൻ്റെ ഒരു സബ്സ്ക്രൈബർ കൂടിയാണ്, ഒരു അനിയത്തി കുട്ടി കൂടിയാണ്. പുള്ളിക്കാരി വന്നിട്ട് എനിക്കൊരു മെസ്സേജ് ഇട്ടു, ചേട്ടാ ഇത് കണ്ടില്ലേ, റിപ്പോർട്ട് ചാനൽ ഇട്ടിരിക്കുന്ന ഒരു പോസ്റ്റാണ്, അതിൽ എന്തിൻ്റെ പേരിലാണ് വേടനെ ആ ഒരു പേര് അല്ലെങ്കിൽ വേടൻ്റെ പേര് ഇട്ടിരിക്കുന്നതെന്നാണ് ആ കുട്ടി ചോദിച്ചത്. അപ്പം ഞാൻ ചിന്തിച്ചു, ശരിയാണല്ലോ കുട്ടി പറയുന്നത്. ഒരു ട്രെയിൻ തട്ടി ഒരു യുവാവ് മരിച്ചു. അതായത് ഈ പരിപാടി നടക്കുന്ന സ്ഥലത്ത് നിന്നും വളരെയധികം ദൂരത്താണ് റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് നിന്ന് ഒരാൾ പരിപാടി കാണാൻ വന്നതായിരിക്കാം, ഓക്കെ, ഇനി അയാൾ വേറെ എന്തിനെങ്കിലും പോയതായിരിക്കാം. എങ്ങനെ ഉണ്ടായതാണെങ്കിലും അവിടെ വേടൻ്റെ പേര് കൂടി അങ്ങോട്ട് ചേർത്തിട്ട് മാധ്യമങ്ങൾ അങ്ങോട്ട് പോസ്റ്റ് ചെയ്യുന്നത്, അത് വേറെ ആരുമല്ല, റിപ്പോർട്ട് ചാനലാണ്. അപ്പോൾ അതിലിട്ടിരിക്കുന്ന അവരിങ്ങനെയാണ്: വേടൻ്റെ പരിപാടി കാണാനായിട്ട് യാത്രയിലായിരുന്ന, അല്ലെ വേടൻ്റെ പരിപാടി കാണാനായിട്ട് വന്നുകൊണ്ടിരുന്ന യുവാവിനെ ട്രെയിൻ തട്ടി അദ്ദേഹം മരണപ്പെട്ടു, ട്രാക്കിൽ വെച്ച്, റെയിൽവേ ട്രാക്കിൽ വെച്ച് മരണപ്പെട്ടു എന്ന്. എന്തിനാണ് അങ്ങനെ പോസ്റ്റ് ചെയ്യുന്നത്? ഒരാളൊരു റെയിൽവേ ട്രാക്ക് മുറിച്ച് കിടക്കുന്നതിനിടെ അപകടം പറ്റിയെന്ന് പറഞ്ഞാൽ പോരെ, അതിനും വേടൻ്റെ പേരിടുന്നത് എന്തിനാണ്? അതാണ് നമ്മുടെ ഈ നാട്ടിലെ മഞ്ഞപ്പത്രങ്ങളുടെ പരിപാടി. അവരുടെ TRP വാല്യൂ കൂട്ടാനും അവർക്ക് ട്രെൻഡിങ് ആയിട്ട് നിൽക്കാനും നമ്പർ 1 ആയിട്ട് നിൽക്കാനും നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിലെല്ലാം തരംഗമായിട്ട് നിൽക്കാനും ഒക്കെ ഒരു വ്യക്തിയുടെ പേര് ഉപയോഗിക്കുന്നു. ടാഗ് ലൈൻ വേടൻ. മമ്മൂട്ടിയുടെ വിഷയം വന്നപ്പോൾ നമുക്കറിയാം, മമ്മൂട്ടിയുടെ പേര് തന്നെയായിരുന്നു, മമ്മൂട്ടിയുടെയും ദുൽഖർ സൽമാൻ്റെയൊക്കെ പേരായിരുന്നു. അതെല്ലാം അവരുടെ ഒരു ഐഡിയയാണ്. അതായത് അവരുടെ ആ ഒരു ചാനലിലേക്ക് കൂടുതൽ ആളുകളുടെ ഫോക്കസ് വേണം. അതിനെന്താ ചെയ്യേണ്ടത്? കുറച്ച് ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ സെൻസേഷണൽ ആയിട്ടുള്ള ആളുകളുടെ പേരെടുത്തിട്ട് ആ പേരിട്ടുകൊണ്ട് റീച്ച് ആക്കാനായിട്ടുള്ള ഒരു പരിപാടി, വൃത്തികെട്ട പരിപാടിയാണ് കാണിക്കുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അങ്ങനെ ഇട്ടതുകൊണ്ട് എന്താണ് ഉണ്ടായത്? വേടൻ്റെ പരിപാടി കാണാൻ വരുന്ന ആളുകളെല്ലാം മരണപ്പെടുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് ചില ആളുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഘിപുത്രന്മാർക്കും സംഘിപുത്രികൾക്കും അവർക്ക് വേണ്ടിയിട്ട് വളമിട്ട് കൊടുക്കുന്നു. നേഷൻ ഫസ്റ്റ് എന്ന് പറയുന്ന ചാനൽ നമ്മൾ കണ്ടാണ് കുറച്ച് പേര് PR വർക്കിൻ്റെ ഫലമായിട്ട് അല്ലെങ്കിൽ PR വർക്ക് പോലെ ഒരു വേടൻ്റെ പരിപാടികൾ കാണാൻ ആളില്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു സംഭാഷണമൊക്കെ നടത്തുന്നത്. നമ്മൾ അതിന് മറുപടിയും കൊടുത്താണ്. എവിടെയാണ് വേടൻ്റെ പരിപാടി കാണാൻ ആളില്ലാത്തത് നമ്മളൊരു ചോദ്യം ഉന്നയിച്ചതാണ്. അടുത്ത ദിവസം, അതായത് ഈ വീഡിയോ നമ്മളും പോസ്റ്റ് ചെയ്ത് അവരും പോസ്റ്റ് ചെയ്തതിൻ്റെ അടുത്ത ദിവസം തന്നെ കാസർഗോഡ് ബേക്കലിൽ വെച്ചിട്ട് വേടൻ്റെ അടിപൊളി പരിപാടി നടക്കുന്നു. ആ പരിപാടി വൻ വിജയമാകുന്നു. പരിപാടി കാണാനായിട്ട് ലക്ഷക്കണക്കിന് ആളുകൾ വരുന്നു. സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ആളുകൾ വരുമ്പോൾ അവിടെ ക്രമീകരണങ്ങൾ വേണ്ട രീതിയിൽ സജ്ജീകരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ക്രമീകരണങ്ങൾ വേണ്ട രീതിയിൽ നടപ്പിലാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വലിയ അപകടം തന്നെയാണ് ഉണ്ടാവുക. നമുക്കറിയാം, പ്രകൃതി ദുരന്തങ്ങൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതുപോലെ തന്നെയാണ് ആളുകളുടെ എണ്ണം കൂടിക്കഴിഞ്ഞാലും നിയന്ത്രണാതീതമല്ല നമുക്കത്. അത് നമുക്ക് ഒട്ടും നിയന്ത്രിക്കാൻ സാധിക്കുന്നതല്ല. അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ എന്താ ചെയ്യേണ്ടത്? ആ പരിപാടി വെക്കുന്ന ആളുകൾ, അവർക്ക് ഓൾറെഡി അറിയാം വേടൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു കടലാണ്, അല്ലെങ്കിൽ കടൽ തിരമാല പോലെയാണെന്നുള്ളത്. അയാൾ പോകുന്നിടത്ത് ആൾക്കൂട്ടം ഉണ്ടാവുമെന്ന് അവർക്കറിയാം. എന്നിരുന്നിട്ടും ഇത്രയും ആളുകൾക്ക്, അതായത് ഒരു 10,000 പേര് വരേണ്ട ഒരു സ്റ്റേജ് അങ്ങനെയാണെന്ന് വെച്ച് ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, ഒരു 10,000 പേര് വരേണ്ട ഒരു സ്റ്റേജ്, അവിടെ 10,000 പേരിൽ കൂടുതൽ ഒരു മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 12,000 പേരെയും കൂടി ഉൾക്കൊള്ളാൻ സാധിക്കും. ഇനി അതും കഴിഞ്ഞ് ഒരു 15,000 പേരാകുമ്പോഴോ അവിടെ ചെറിയ രീതിയിൽ ഒരു റഷ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 20,000 പേരൂടെ ആയാലോ അവിടെ തിങ്ങിക്കൂടി നിൽക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥയാണ്. നമുക്കറിയാം, വിജയുടെ റോഡ് ഷോയ്ക്കിടയിലും സംഭവിച്ചത് ഇത് തന്നെയാണ്. അപ്പോൾ ആ രീതിയിൽ വേടൻ്റെ പരിപാടികൾ വെക്കുമ്പോഴും അവിടെ ആളുകൾ കൂടുന്നു, തിങ്ങിക്കൂടി അവിടെ മരണമുണ്ടാകുന്നു, അവിടെ അപകടങ്ങൾ ഉണ്ടാകുന്നു. ഇതൊരു സ്ഥിരം കഥയാവുമ്പോൾ, അല്ലെങ്കിൽ ഒരു തുടർ കഥയാവുമ്പോൾ വേടൻ്റെ പരിപാടികൾ ഇനി വേണോ എന്ന് ചിന്തിക്കാനായിട്ട് സംഘാടകർക്ക് ഒരു ചിന്ത വരും. വേടൻ്റെ പരിപാടി വെച്ച് കഴിഞ്ഞാൽ അപകടമാണ്, നമ്മളെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ സാധിക്കത്തില്ല, അൺകൺട്രോളബിൾ ആണെന്നുള്ളൊരു ചിന്താഗതി അവരുടെ ഉള്ളിൽ വരുമ്പോൾ വേടനെ ഇനി വേണോ എന്നുള്ള ചിന്താഗതി വരും. അതിനു വേണ്ടിയിട്ട് മാധ്യമങ്ങളും പണിയെടുക്കുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ഞാൻ നേരെ കാര്യത്തിലേക്ക് വരാം. ഞാൻ നിങ്ങളെ കാണിക്കാൻ വന്നൊരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ ഞാൻ എന്തായാലും ആദ്യം ഒന്ന് പ്ലേ ചെയ്തിട്ട് അതിലൊരു അടിപൊളി ഒരു കമൻറ്റ് ഞാൻ കണ്ടു. ഒരു വിഷയം കമൻറ്റാണ്. ആ കമൻറ്റ് വായിച്ചപ്പോൾ എൻ്റെ മനസ്സും എൻ്റെ കണ്ണുമൊക്കെ നിറഞ്ഞുപോയി. അത് അങ്ങനത്തെ രീതിയിലാണ് അയാൾ ആ കമൻറ്റ് ഇട്ടിരിക്കുന്നത്. വേടൻ എന്ന് പറയുന്നൊരു വ്യക്തിയെപ്പറ്റി അഗാധമായിട്ട് മനസ്സിലായിട്ടുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ആ വീഡിയോ ഏതാണെന്ന് കണ്ടിട്ട് നമുക്ക് ആ കമൻറ്റിലേക്ക് പോവാം. സഹകരിക്കോ, ഒരു സ്റ്റെപ്പ് ബാക്കോട്ട് പോയാൽ മതി. പോലീസ് ബാക്ക് ലൈൻ ഒന്ന് പുറത്തേക്ക് മാറ്റൂ, കുറച്ച് പുറകിലോട്ട് മാറും. പരിപാടി വളരെ വാശിയോടെ നടത്തണം എന്ന് നിർബന്ധം സംഘാടക സമിതിക്കില്ല. നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം 100% നിങ്ങളുടെ ഹേമന്ത് ഒരു കാര്യം പറയാനാണ്. നിങ്ങളൊന്ന് കാമായത്
ആയതിനു ശേഷം മാത്രമേ ആള് വരുള്ളൂ എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ആളിപ്പോ വരും. സിറ്റുവേഷൻ ഭയങ്കര മോശമായിക്കൊണ്ട് ഒരാള് കൊടുക്കുന്ന ചെറിയ പ്രഷർ പോലും വലിയ അപകടത്തിലേക്ക് പോകാൻ പോവാണ്. അപ്പൊ നിങ്ങൾ ദയവ് കാരണം വരുന്ന സമയത്ത് നിങ്ങൾ അമിത ആവേശം കാണിക്കരുത്. മൂവിയാ വരില്ല. എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ട് വരുമ്പോ ഇപ്പൊ കൊണ്ടുവരാൻ അവർക്കൊരു ഭയമാണ്. കാരണം നിങ്ങളുടെ പ്രഷർ മാനേജ് ചെയ്യാൻ പറ്റുന്നല്ല. അപ്പൊ നിങ്ങൾ ദയവ് ചെയ്ത് പ്രഷർ ആക്കാതെ കുറച്ച് പുറകോട്ട് മാറി നിന്നാൽ മാത്രമേ വരുള്ളൂ എന്ന് ഇപ്പൊ പോലീസ് അറിയിച്ചതാണ്. പുറകിൽ നിന്ന് ഓരോ ആളും ഓരോ ചുവട് പുറകോട്ട് മാറിയാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. നിരവധി കുട്ടികൾ ഇപ്പൊ തന്നെ ശ്വാസം മുട്ടി ഇവിടെ വന്ന് ആശുപത്രിയിലേക്ക് പോയിട്ടുണ്ട്. അപകടാവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കരുത് പ്രിയപ്പെട്ടവരെ. ചെറിയ കുട്ടികളുണ്ട്, 12 വയസ്സോ ഒക്കെ പ്രായമുള്ള ചെറിയ കുട്ടികൾ അത് അതിനകത്ത് നിൽക്കുന്നു. ഈ ഫെസ്റ്റിൽ തന്നെ ഇതിലധികം ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മളത് മാനേജ് ചെയ്ത് അപകടകരമായ സാഹചര്യം ഉണ്ടാക്കാൻ കണ്ടില്ലേ? ഒരു അപകടകരമായിട്ടൊരു സാഹചര്യം ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ആത്മസമീപനം പാലിക്കണം. കുറച്ച് പുറകിലേക്ക് മാറി നിൽക്കുക, ബാരിക്കേഡിന്റെ സൈഡിൽ നിന്ന് മാറി നിൽക്കുക. വലിയ ദുരന്തങ്ങൾ ഉണ്ടാവും. അങ്ങനെ ഉണ്ടായാൽ വേടൻ ഇനി വരില്ല എന്നൊക്കെയാണ് സംഘാടകർ വിളിച്ചു പറയുന്നത്. അവർക്ക് വേണ്ടുന്ന സംവിധാനങ്ങൾ ഒരുക്കി കൊടുത്തിരുന്നെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ലായിരുന്നു. അതൊരു വീഴ്ച തന്നെയാണ്. എന്തായാലും അത് അവിടെ നിൽക്കട്ടെ. ഞാൻ ആ കമന്റിലേക്ക് എന്തായാലും വരാം. യപ്പീസ് എന്ന് പറയുന്ന ഒരാളുടെ ഒരു പോസ്റ്റാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രൊഫൈലിൽ നിന്നാണ് ആ പോസ്റ്റ് വന്നിരിക്കുന്നത്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: ബേക്കലിലെ തിരമാലകൾക്ക് മീതെ മുഴങ്ങിയ വെടിയൊച്ചകൾ, ഇത് വേടന്റെ രാവ്. എന്നിട്ട് ഒരു ഫയറിന്റെ എംബ്ലോ കൊടുത്തിട്ടുണ്ട്, സിംബൽ കൊടുത്തിട്ടുണ്ട്. ഷഫീഖ് എപ്പി പന്നിപ്പാറ ബേക്കൽ കോട്ടയുടെ താഴെ ആ മണൽത്തിട്ടയിൽ നിന്നപ്പോൾ തോന്നി നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആ കോട്ട മതിലുകൾ പോലും ഒന്ന് വിറച്ചുവെന്ന്. കാരണം അവിടെ വന്നത് വെറുമൊരു പാട്ടുകാരനായിരുന്നില്ല, നെഞ്ചിലെ തീപ്പൊരി വാക്കുകളാക്കി തൊടുത്തുവിടുന്ന വേടനായിരുന്നു. കടലിരമ്പുന്ന ശബ്ദത്തെക്കാൾ ഉച്ചത്തിൽ ഒരു ജനതയുടെ മുഴുവൻ പ്രതിഷേധവും ആത്മവീര്യവും അവന്റെ തൊണ്ടയിലൂടെ പുറത്തേക്ക് വന്നപ്പോൾ കൂടി നിന്ന ആയിരങ്ങൾക്കൊപ്പം ഞാനും ആവേശത്താൽ രോമാഞ്ചമണിഞ്ഞു. തിരമാലകൾ സാക്ഷി നിർത്തി അവൻ പാടിത്തുടങ്ങിയപ്പോൾ ഓരോ വരിയും ചെന്ന് തറച്ചത് നമ്മുടെയൊക്കെ ഉള്ളിലേക്കാണ്. സ്വന്തം മണ്ണിനെക്കുറിച്ചും അസ്തിത്വത്തെക്കുറിച്ചും അവൻ പാടി. ഞാൻ വാഴുന്ന ഇടം എൻ്റെ മണ്ണ്. ആ വരികൾ കേട്ടപ്പോൾ ഈ നിൽക്കുന്ന മണ്ണിൽ നമ്മുടെ വേരുകൾ ഒന്നുകൂടി ആഴത്തിലിറങ്ങിയതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. പിന്നീട് അങ്ങോട്ട് വാക്കുകളുടെ പെരുമഴയായിരുന്നു. മുഖംമൂടി അണിഞ്ഞ വ്യവസ്ഥിതികൾക്ക് നേരെ അവൻ വിരൽ ചൂണ്ടി വിളിച്ചു പറഞ്ഞു, കപട ദേശവാദി നീയാടാ. ആ വരികൾ ഏറ്റുപാടിയപ്പോൾ അവിടെ കൂടി യുവത്വത്തിന്റെ സിരകളിൽ ഒഴുകിയത് പ്രതിരോധത്തിന്റെ പുതിയൊരു ഊർജമായിരുന്നു. എന്നാൽ ആ രാത്രിയിലെ ഏറ്റവും ആഴത്തിൽ സ്പർശിച്ച നിമിഷം അതായിരുന്നില്ല. ലോകത്തിന്റെ വേദനകളെ സ്വന്തം നെഞ്ചേറ്റുവാങ്ങി അവൻ പാടിയപ്പോഴായിരുന്നു അത്. നീതി നിഷേധിക്കപ്പെട്ടവരുടെ, പലായനം ചെയ്യപ്പെട്ടവരുടെ നിലവിളികൾ ആ പാട്ടിലുണ്ടായിരുന്നു. നമ്മുടെ കൺമുന്നിൽ നടക്കുന്ന കൊടും ക്രൂരതകൾ കണ്ടിട്ടും അനങ്ങാത്ത ദൈവങ്ങളെയും ഭരണകൂടങ്ങളെയും നോക്കി അവൻ ചോദിച്ചു. ഭഗവാൻ പോലും കണ്ണടയ്ക്കുന്ന ആ വരികൾ തൊണ്ടയിടറാതെ കേട്ടു നിൽക്കാൻ കഴിയില്ലായിരുന്നു. അവിടെ നിന്ന് അവന്റെ വരികൾ അതിരു കടന്നു. ലോകത്തിന്റെ നോവുന്ന മുറിവായ പലസ്തീൻ പലായനം പോലുള്ള യാഥാർത്ഥ്യങ്ങളെ അവൻ തന്റെ വരികളിലൂടെ ബേക്കലിന്റെ മണ്ണിലെത്തിച്ചു. വീടും നാടും നഷ്ടപ്പെട്ട മനുഷ്യരുടെ വേദന ആ കടപ്പുറത്ത് തളം കെട്ടി നിന്നു. ബേക്കലിന്റെ മണ്ണിൽ നിന്ന് കടലിനെ നോക്കി അവൻ ഉറക്കപ്പാടി, കടലമ്മ പെറ്റത് കരയല്ല മക്കളെ. ഇതൊരു സാധാരണ സംഗീത നിശയല്ലായിരുന്നു സുഹൃത്തുക്കളെ. ഉറങ്ങിപ്പോയ പല ചിന്തകളെയും ഉണർത്തിയ, നീതിക്ക് വേണ്ടി ദാഹിക്കുന്ന ഒരു വിപ്ലവ സായാഹ്നമായിരുന്നു. ബേക്കലിന്റെ ചരിത്രത്തിൽ ഈ ദിവസം തീർച്ചയായും അടയാളപ്പെടുത്തണം. വേടാ നീ തീയാണ്, കെടാത്ത തീ. എൻ്റെ പൊന്നു, ആ ഒരു കമൻറ്റ് വായിക്കുമ്പോൾ എനിക്കറിയാം, ആ ഒരു കമൻറ്റ് ഞാൻ വായിച്ചപ്പോൾ നിങ്ങളുടെയൊക്കെ രോമം ഇങ്ങനെ എഴുന്നേറ്റ് നിന്നിട്ടുണ്ടെന്ന്, നിങ്ങളുടെയൊക്കെ മുഖത്ത് ഒരു ചെറിയൊരു സന്തോഷവും വിഷമവും ഒക്കെ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത്, അല്ലെ നിങ്ങളുടെയൊക്കെ ശരീരത്തിൽ കൂടി ഒരു കുളിരെന്ന് പറഞ്ഞൊരു സാധനം ഇങ്ങനെ പോയിട്ടുണ്ടാകുമെന്ന്. അങ്ങനത്തെ രീതിയിലാണ് ഈ മനുഷ്യൻ എഴുതി വെച്ചിരിക്കുന്നത്. ഇയാൾ ആരാണെന്ന് എനിക്കറിയില്ല, പക്ഷേ അയാളുടെ ഉള്ളിൽ തട്ടിയ കാര്യങ്ങളാണ് അയാൾ എഴുതിയിരിക്കുന്നത്. അയാൾ ഒരു കവിയോ ഒരു പാട്ടുകാരനോ ഒന്നും ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു സാധാരണ മനുഷ്യനാണ്. എന്ത് സാധാരണ മനുഷ്യനാണ്? വേടൻ ആർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത് മനസ്സിലായ ഒരു സാധാരണ മനുഷ്യനാണ്. ഇങ്ങനെയുള്ള ആളുകൾ തന്നെയാണ് വേടനെ എന്നും പിന്തുണയ്ക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞു, വേടന്റെ പരിപാടികൾ കാണാൻ ആളില്ല, കസേരകൾ ഒഴിഞ്ഞു കിടക്കുന്നു, വേടന്റെ കളം കഴിഞ്ഞു, ഇനി വേടൻ ഇല്ല എന്ന് നിങ്ങൾ പറഞ്ഞാലും വേടൻ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയവും വേടന്റെ ആശയവും ഒക്കെ എന്താണെന്ന് മനസ്സിലായിട്ടുള്ള ആളുകൾ എന്നും വേടനെ അംഗീകരിക്കും, എന്നും വേടനെ പിന്തുണയ്ക്കും. അതുകൊണ്ട് തന്നെയും വേടൻ ഇവിടെ ചെയ്യുന്നതൊന്നും മറ്റാർക്കും ചെയ്യാൻ സാധിക്കത്തില്ല. അതെനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. വേടൻ ചെയ്യുന്ന കാര്യങ്ങൾ വേടന് മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതിന് വേറൊരാളെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല എന്നുള്ളത് ഞാൻ ഇവിടെ ഉറപ്പിച്ച് പറയാം. അതല്ലെന്ന് ആർക്കെങ്കിലും പറയാൻ സാധിക്കും? ഒരിക്കലുമില്ല. കാരണം വേടൻ എന്ന് പറയുന്നൊരു വ്യക്തി അതൊരു ബ്രാൻഡായി മാറിക്കഴിഞ്ഞു, ഒരു വലിയൊരു ബ്രാൻഡ്. അതിനി ആർക്കും പിടിച്ചാൽ കിട്ടാത്ത ഇടത്തിലേക്ക് അത് ഉയർന്നു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതുതന്നെയായിരുന്നു സംഘികളുടെയും ജാതി കോമരങ്ങളുടെയൊക്കെ പേടിയും. ആ പേടിക്ക് ഒന്നുകൂടി അങ്ങോട്ട് ബലമായിരിക്കുന്നു, അല്ലെ ആ പേടിക്ക് നല്ല രീതിയിൽ അങ്ങോട്ട് കൂടുതലായിട്ട് പേടിക്കാൻ തുടങ്ങിയിരിക്കുന്നു. എന്തുകൊണ്ടാണ്? വേടന്റെ ഉയർച്ച ഇവർ വിചാരിച്ചതിനേക്കാളൊക്കെ അപ്പുറം
വീണ്ടും വീണ്ടും വാനോളം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. കേവലം ഒരു റാപ്പർ എന്നുള്ള രീതിയിലല്ല വേടനെ കേരളത്തിലെ ജനങ്ങൾ കാണുന്നത്. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, വേടൻ ശരിക്കും ഒരു കവിയാണ്. ശരിക്കും നമ്മുടെ നാട്ടിലെ തന്തയില്ലായ്മയ്ക്കെതിരെയും അനീതിക്കെതിരെയും ഒക്കെ പ്രതികരിച്ച ഒരു കവി. തൻ്റെ വാക്കുകളിൽ കൂടിയും തൻ്റെ പേനാമഷികളിൽ കൂടിയും അദ്ദേഹം എഴുതി വെച്ചത് 1000 ജനതയുടെ ഇന്നും അനുഭവിക്കുന്ന വേദനകളും കഷ്ടങ്ങളുമൊക്കെയായിരുന്നു. ആ കഷ്ടപ്പാടുകൾ ഫലം കണ്ടിരിക്കുന്നു. ആ ഫലം കണ്ടതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് വേടൻ കൂടുന്നിടത്തെല്ലാം ആൾക്കൂട്ടമായി മാറുന്നത്. വേടൻ പോകുന്നിടമെല്ലാം തീയായി മാറുന്നത്. വെറും തീയല്ല, കാട്ടുതീ. അതിനിയും ആളിപ്പടരും. ആ ആളിപ്പടരുന്നതിൽ ജാതി കോമരങ്ങളൊക്കെ ശരിക്ക് വെന്ത് പൊള്ളുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്.